Take the next right, then turn right. എല്ലാവർക്കും നമ്മുടെ തൃക്കണാമ്പി വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. അടിപൊളി റോഡില്ലേ? ക്ഷേത്രം ശരിക്കും കാണുന്നുണ്ടല്ലേ? അപ്പോൾ ചാമരാജനഗറിൽ നിന്ന് തൃക്കണാമ്പി വെങ്കടേശ്വര ടെമ്പിളിലേക്കുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുറ്റിനും നിറയെ പച്ചപ്പാണ് കേട്ടോ. കണ്ടോ, ശരിക്കും ഒരു കാടിന് നടുവിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. നല്ല അടിപൊളി റോഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത് കേട്ടോ. ശാനിക്കുട്ടനാണോ അച്ഛന്റെ മുട്ടാണോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? എടുക്കണേ. നമ്മളെ മല കേറുക. നമ്മള് കേറിക്കൊണ്ടിരിക്കുന്നത്. വിജയ് പൂർണ്ണ സിനിമയില് ചേട്ടാ, ആ വിജയ് പൂർണ്ണ ചേട്ടാ ഡെസ്റ്റിനേഷൻ. യെസ്, നമ്മൾ എത്തിയിരിക്കുന്നു. ചേട്ടാ ഇങ്ങോട്ടേക്ക് നോക്ക്, ഈ ഭാഗത്തേക്ക് നോക്ക്, ഇനി അങ്ങോട്ടേക്ക് നോക്ക്. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഇങ്ങോട്ടേക്ക് നോക്ക് ചേട്ടാ, ഇങ്ങോട്ടേക്ക് നോക്ക്. അവിടെ വരെ പോകുള്ളൂ. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നല്ലേ? അപ്പം നമ്മൾ ഓടി 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 അവസാനം തൃക്കണാമ്പി ശ്രീ വെങ്കടേശ്വര ടെമ്പിളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് അടി ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്, ഒരു കുന്നിൻപുറമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര രസമാണ്. ഇവിടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടെമ്പിളാണെങ്കിലും ചുറ്റുപാടാണെങ്കിലും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പം വളരെ നമ്മൾ ആ ടൗണിൻ്റെ ഒരു ഇതൊന്നുമല്ല, ശരിക്കും ഒരു ഗ്രാമീണ ഏരിയ ആണ് കേട്ടോ കാണുന്നത്. ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും, പാടങ്ങൾ, അതുപോലെ തന്നെ ജലാശയങ്ങൾ ഒക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു നല്ല ഒരു ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് വളരെ നല്ല സമാധാനം തരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കുന്നിൻ മുകളിൽ നിന്ന് താഴ്വാരത്തേക്കുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയേ. അതുപോലെ തന്നെയാണ് അവിടുത്തെ കാറ്റും, നല്ല കാറ്റ്. എന്താ സ്ഥലം നോക്ക്, നല്ലൊരു അമ്പലം അല്ലേ? നല്ല അമ്പലം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്വച്ഛമായിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അമ്പലത്തിൽ വന്നിട്ടില്ല എന്നല്ലേ പറയാം. എന്ത് രസാ, ഇത്ര ലോങ്ങില് ഇത്ര പച്ചപ്പ് കാര്യങ്ങൾ. പിന്നെ താഴേക്ക് നോക്ക്, വാഴ, തെങ്ങ്, ഇതൊക്കെ കേരളം വിട്ടുട്ടോ, എല്ലാം ഇവിടെ വന്ന് താമസിക്കുന്നു. എല്ലാ സാധനങ്ങളും രസം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മലയാളി കർഷകരുണ്ടെന്നുള്ളതാണ്. അതെ, ഇത് തോന്നിയ പോലെ കൃഷി ചെയ്തല്ല, കറക്റ്റ് പ്ലോട്ടാക്കി തിരിച്ച് കാണുമ്പോൾ തന്നെ നമ്മളുടെ കണ്ണിന് ഒരു കുളിർമ ഫീൽ ചെയ്യുന്ന രീതിയിൽ വൃത്തിയിൽ തിരിച്ചിട്ട് റെസിഡൻഷ്യൽ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് താമസിക്കാൻ വേറൊരു പ്ലോട്ട് തന്നെയാണ്. കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഏരിയ തന്നെ താമസിക്കാൻ മാറ്റി വെച്ച് ബാക്കി കൃഷിയാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന ദിവസം ഗ്രഹണം ആയതുകൊണ്ട് തന്നെ അന്ന് പൂജ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉൾഭാഗത്തെ വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. മാത്രമല്ല അതെല്ലാം തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ചാനൽ കണ്ടിഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരവേ കണ്ട ഒരു നാട്ടുകാഴ്ചയിലൂടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ.